ഹലോ ഗൈസ്, നല്ലവണ്ണം ഒരു വീഡിയോയും സംഭവമൊക്കെ പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ Gleis 12, Einfahrt RE 1 nach Merzig über Völklingen in den Abschnitten C und D, Abfahrt 14:19 Uhr. Vorsicht bei der Einfahrt. കറക്റ്റ് ടൈമിലാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഗൈസ്. ഓയ്, ഒരിക്കൽ എനിക്ക് മനസ്സിലൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു ട്രിപ്പ് പോകുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കരുത്. ആദ്യം നോക്കേണ്ടത് വണ്ടി ഉണ്ടോ എന്നാണ്. പ്രത്യേകിച്ച് ജർമ്മൻ ട്രെയിനിനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഓക്കെ, I hate it, guys. Derzeit verzögert sich unsere Weiterfahrt. Sobald nähere Informationen vorliegen, informieren wir Sie. അന്നല്ലേ ഞങ്ങളും തൂക്കി എന്ന് പറയുമ്പോൾ ഇവര് മണവാട്ടി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഡിറ്റ് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നല്ല ആവാൻ വേണ്ടി നോക്കണേയാണ്. ഏതോ ഒന്നാണ് സംഭവം. ഏതാടി മാപ്പിളപ്പാട്ട്? എൻ്റെ അപ്പുറച്ചോടെ വന്നു ഞാൻ ലെങ്ത് കുറയ്ക്കരുതെന്ന് 1000 തവണ ഞാൻ ആ മച്ചനോട് പറഞ്ഞതാണ്. എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നു മുടി, അത് ഇത്രയായിട്ട് കുറച്ചു. കസ്റ്റമർ സർവീസ് ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് കസ്റ്റമർ സർവീസ് ഉള്ള ഒരാളായിരുന്നു. അയാൾക്ക് ഞാൻ വന്നതേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ബുക്ക് ചെയ്തേ പറഞ്ഞു, ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. ഇങ്ങനെയൊക്കെ മോൻ കാണിക്കുന്നത്. ഞാൻ അപ്പം തന്നെ ഇറങ്ങി പോരാന്ന് വിചാരിച്ചതാ. പക്ഷെ നമുക്കിങ്ങനെ ചില സമയത്ത് നമുക്കൊന്നും പറയാൻ കിട്ടില്ല, ഞാൻ മിണ്ടാണ്ടെന്നു. പക്ഷേ ദാറ്റ് വാസ് വർത്ത് ഇറ്റ്. ആൻഡ് എൻഡ് ഓഫ് മൈ ലോങ് ഹെയർ ഗേൾ എറ ആണ് ഗൈസ്. യാ, ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വെക്കാൻ കാരണം അടുത്ത തവണ ഇങ്ങനെ മുടി വെട്ടേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഈ വീഡിയോ കണ്ടാൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങളിങ്ങനെ ചുമ്മാ ഷോ കാണിക്കണമെന്നല്ല കേട്ടോ. പക്ഷെ ഞാൻ അബദ്ധം കാണിച്ചു. എനിക്കിവിടെ ബാങ്ക്സ് ഉണ്ടായിരുന്നു. ബാങ്ക്സ് ഞാനിപ്പോൾ സെറും വെച്ച് ഇങ്ങനെ സൈഡിലായിക്കൊണ്ടിരിക്കുകയാണ്. വൈ ഡിഡ് ഐ ഡു ദാറ്റ്? അപ്പോൾ ഗൈസ്, നമ്മൾ അഞ്ചേച്ചിൻ്റെ വീട്ടിൽ പോവാണ്. സമ്മർ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയണമെങ്കിൽ അഞ്ചേച്ചിൻ്റെ വീട്ടിൽ പോയാൽ മതി. ദേ ഇവിടെ നിൽക്കണം. എന്താണ് ഇവിടെ നിൽക്കണത്? ഹായ് പറ. മറ്റേ ഗുഡ് മോർണിംഗ്. മദേഴ്സ് ഡേ. അമ്മേൻ്റെ അടുത്ത് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറ. ഗൈസ്, ഇവളുടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട് ഗൈസ്.
ചെടിയാണ് എവലൂന് ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയത്? ഇത് ഞങ്ങൾ സ്കൂളില് ഗാർഡൻ ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് പോവാൻ പറ്റും. 2 ഗാർഡൻസ് ഉണ്ട്. ഒരു ഗാർഡന് ചെടി വളർക്കാൻ പറ്റും. എന്നെ തന്നെയാണ് കൈസ് എനിക്ക് എവലൂനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. യുനോ ഞാനാണ് കുട്ടീനെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ എന്തോ പണ്ട് തൊട്ട് ഈ ചെടികളോടും കാടിനോടൊക്കെ എനിക്ക് പ്രത്യേക ഇഷ്ടമായിരുന്നു. യുനോ ഹാപ്പി സമ്മർ ഗൈസ്. ജർമ്മനിയിൽ ഇനി കാക്കേനെ നിങ്ങൾ കാണാൻ പറ്റില്ല എന്ന് പറയരുത്. ഷെങ്കൻ വിസയൊക്കെ ഉള്ള കാക്കയാണ്. ഈ കാക്കയ്ക്ക് അയ്യോ ആ കാക്ക എവിടെ പോയി? ഈ കാക്കയ്ക്ക് യൂറോപ്പിലെ ഏത് കൺട്രിയിലേക്ക് വേണേലും പോകാം ഗൈസ്. ഓരോ ഭാഗ്യല്ലേ. പെണ്ണിന്റെ വായിലൊക്കെ ഇവിടെ ഇന്നൊക്കെ ഇരിക്കണു. എന്നാ പറ, എന്തിന്റെ സൗണ്ട് ഇത്? നന്നായി താരാവ്. ഇന്ത്യ നാട്ടിൻ ഒപ്പില്ലാതെ മുഴുമുതൽ ആட்சியையும் ഒരുമയെയും നിലനിർത്തുവാനെന്നും പൊഞ്ചീഷിന്റെ അമ്മ ശുണ്ടരിയല്ലേ? പൊഞ്ചീഷിന്റെ ബ്രദർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രം അഞ്ചേച്ചിൻ്റെ വീട്. അഞ്ചേച്ചിയും കൊച്ചും പള്ളിയിൽ പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് നീ പള്ളിയിൽ പോയില്ല? വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഞാൻ കാത്തലിക് അല്ല. എനിക്ക് കാത്തലിക്സിൻ്റെ കുർബാന എനിക്ക് ഒരു വിരോധവും ഇല്ല, പക്ഷെ എനിക്ക് കണ്ട മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ കുർബാന കേട്ടാലാണ് എനിക്കൊരു കുർബാനൻ്റെ സുഖം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഞാൻ പോയില്ല. എനിക്കിനി വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ വീട്ടിൽ എനിക്കൊരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ബോർഡ്. ഞാൻ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ അത് ഞാൻ ഇവിടെയാണ് വെച്ചിരുന്നത്. വീട് മാറിയ സമയത്ത് അഞ്ചേച്ചി അത് കൊണ്ടുപോയായിരുന്നു. ഇതുവരെ ഞാൻ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് 1.5 വർഷമായി. ഇതുവരെ ആ ബോർഡ് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ എക്സാംസും പഠിക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ടൈമാണ്. സോ ഐ റിയലി നീഡഡ് ഇറ്റ് ബാക്ക്. അപ്പോൾ ഇനി ഞാൻ ബോർഡും കൊണ്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ചില ബസ്സിലെ ഡ്രൈവേഴ്സ് ഇതൊന്നും കയറ്റൂല. അവർ പറയും ഇതൊന്നും കയറ്റാനുള്ള സാധനമല്ല ബസ് എന്നുള്ളത്. ചിലർ കയറ്റും. ഇന്ന് അയാൾ കയറ്റുമില്ലോ എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. ഇതാണ് ഗൈസ് ബോർഡ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈശ്വരായി, ഇതൊക്കെ ഞാൻ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകും തമ്പരാനറിയാം. സോ ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മൈ ഗോഡ്, അനുചേച്ചിൻ്റെ വീട് കുറച്ചും കൂടെ ഒരു ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. സോ 1 അവർ കൂടുമ്പോഴേ അവിടെ നിന്ന് എൻ്റെ അടുത്തേക്ക് ബസ്സുള്ളൂ. എനിവേസ്, എന്താണ് ഇവിടെയൊക്കെ എന്തോ. ഓ മൈ ഗോഡ്, ഐ എം റിയലി സോ സാഡ് ഗൈസ്. നാളെ മൺഡേ ആണ്. നാളെ വീണ്ടും സ്കൂളിൽ പോകണം. എന്നാ ദൈവമേ എൻ്റെ ഈ മൺഡേ ബ്ലൂസ് അവസാനിക്കുക. എനിക്ക് തോന്നില്ല അത് അവസാനിക്കുന്നു. കാരണം എങ്ങനെ വന്നിട്ട് മൺഡേ പണിക്കാണെങ്കിലും പോകണമല്ലോ. കമ്പയറിങ് ടു വർക്ക് സ്കൂളാണ് ബെറ്റർ. ലൈക്ക് ജസ്റ്റ് കമ്പയറിങ് ടു വർക്ക് കേട്ടോ. എനിവേസ്, മൺഡേസ് ആർ ഷിറ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഞാൻ ഇനി ബാക്കി വീഡിയോസ് എല്ലാം സ്കൂളിൽ നിന്ന് ഞാൻ ആക്ച്വലി ലിറ്റിൽ അപ്ഡേറ്റ്സ്. ഞാൻ സ്കൂൾ മാറി. അപ്പോൾ വലിയൊരു ഫേം, ഞാൻ കുറച്ച് വീഡിയോസ് പറഞ്ഞിട്ട് തോന്നുന്നു, വലിയൊരു ഫേമിൻ്റെ കീഴിലുള്ളൊരു സ്കൂളാണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത്. അവിടെ മല്ലൂസ് ഇല്ല, ആക്ച്വലി അവിടെ ഇന്ത്യൻസേ ഇല്ല. ബട്ട് ദ ക്ലാസ് ഇസ് റിയലി ഗുഡ്. ഇതിന് മുന്നത്തെ സ്കൂളിനേലും നല്ലതായിരുന്നു. അപ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ്. ഒരു ന്യൂ സ്കൂളിലാണ്. ആൻഡ് യാ, ഐ ആം ഒഫീഷ്യലി ഇൻ മൈ 2nd ഇയർ. ഞാനൊരു 3 months ഹൗസ് ബിലോങ്ങിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ പറ്റുമോ എന്ന്. ഐ മീൻ അങ്ങനെ പറ്റായില്ല. അപ്പോൾ നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് എ ബ്രേക്ക്. ബട്ട് നമ്മൾ ഒരു സെമ്മ് താഴെയായി പോവും. ആൻഡ് ബട്ട് ടേക്കിംഗ് ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ഓഫ് മൈ ലൈഫ്. കാരണം എനിക്ക് നല്ലോണം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റി. ആൻഡ് ഐ ഡിഡ് മോർ വീഡിയോസ്. എനിക്ക് കുറച്ചും കൂടെ ഒരു പ്രൊഡക്റ്റീവ് ആവാനൊക്കെ പറ്റി. ആൻഡ് മെൻ്റലി ഭയങ്കര ഒരു സമാധാനം കിട്ടി. ജസ്റ്റ് 3 months മെയ്ഡ് എ വെരി ഹ്യൂജ് ഡിഫറൻസ്.
ആൻഡ് ലൈക്ക് 2027 സെപ്റ്റംബറിലാണ് എൻ്റെ ആക്ച്വൽ ഗ്രാജുവേഷൻ ഉണ്ടാവേണ്ടിയിരുന്നെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഒരു 3 months ശേഷമായിരിക്കും. ഐ മീൻ ഒരു ജാനുവരിയിലായിരിക്കും ഞാൻ എക്സാം എഴുതുന്നത് എന്ന് മാത്രം. അതായത് മാർച്ചിലായിരിക്കും എൻ്റെ എന്താ പറയുക ഫെയർവെൽ. അത്രയും ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതർ ദാൻ ദാറ്റ് പാസ്സായാൽ കേട്ടോ. അതർ ദാൻ ദാറ്റ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഐ ഹാവ് എ വെരി ഗുഡ് പ്രാക്ടിക്കലായിട്ട് ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. സോ ദാറ്റ്സ് എ വെരി ക്വിക്ക് അപ്ഡേറ്റ് അബൌട്ട് മൈ ലൈഫ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ആക്ച്വലി ഇൻഫർമേഷൻ വീഡിയോസ് ഇടുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് പരാതിയുണ്ട്, ചേച്ചി വി നീഡ് അതർ വീഡിയോസ് എസ് വെൽ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഇട്ടത്. ആൻഡ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.